ജനാധിപത്യത്തിന്റെ ഉത്സവമായ തെരഞ്ഞെടുപ്പ് അടയാളപ്പെടുത്തലുകൾ വർഷങ്ങൾ കഴിഞ്ഞാലും ചിലയിടത്തു നിന്നും മായുന്നില്ല. അങ്ങനെയൊരു അടയാളപ്പെടുത്തൽ തിരുവനന്തപുരം മാറനല്ലൂരിൽ ഇപ്പോഴുമുണ്ട്. 40 വർഷം മുൻപ് ഹിന്ദു മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ച കേരളവർമ്മ രാജയ്ക്ക് വേണ്ടിയുള്ള ചുവരെഴുത്ത് പഴയ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിന്റെ ഓർമ്മപ്പെടുത്തലായി ഇപ്പോഴും മായാതെ കിടക്കുന്നുണ്ട്. കാലം മാറി, തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുടെ രീതിയും മാറി. നൂതന സാങ്കേതിക വിദ്യ മുതൽ പലതരത്തിലുള്ള രീതികൾ രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ഉപയോഗിക്കാറുണ്ട്. എന്നാൽ 1952 മുതൽ 2024 വരെയും മായാതെ നിൽക്കുന്ന ഒരു പ്രചരണ രീതിയാണ് ചുമരെഴുത്തുകൾ. ഞാനിപ്പോൾ നിൽക്കുന്നത് ആറ്റിങ്ങൽ മണ്ഡലത്തിൻ്റെ ഭാഗമായ തിരുവനന്തപുരം കാട്ടാക്കടയിലുള്ള മാറനല്ലൂർ എന്ന സ്ഥലത്താണ്. ഇവിടെ ഒരു പഴയ വീട്ടിലാണ് ഇങ്ങനെ ഒരു രസകരമായ ഒരു ചുമരെഴുത്ത് കാണാനിടയായത്. ഇത് 1984 തെരഞ്ഞെടുപ്പിന് വേണ്ടി എഴുതിയ ചുമരെഴുത്താണ്. അന്ന് ഹിന്ദു മുന്നണിക്ക് വേണ്ടി മത്സരിച്ച കേരളവർമ്മ രാജയ്ക്ക് വേണ്ടി എഴുതിയ ചുമരെഴുത്താണത്. ആ ചുമരെഴുത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം. അതായത് കേരം തിങ്ങും കേരള നാട്ടിൽ കേരളവർമ്മ കേരമരത്തിൽ കുത്തുക വോട്ട്, ഹിന്ദുവിൻ്റെ വോട്ട് ഹിന്ദുവിന് എന്നാണ് ഈ ചുമരെഴുത്ത് എഴുതിയിരിക്കുന്നത്. 1984 എഴുതിയാണ്. അന്ന് BJP രാഷ്ട്രീയ പാർട്ടിയായി രൂപീകരിച്ച വർഷമാണ്. പക്ഷേ അന്ന് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലമായിരുന്നു ഇവിടെ. ആ തിരുവനന്തപുരം മണ്ഡലത്തിൽ ഹിന്ദു മുന്നണിക്ക് വേണ്ടി മത്സരിച്ചത് കേരളവർമ്മ രാജയായിരുന്നു. പക്ഷെ അന്ന് ചരിത്രപരമായൊരു മത്സരമായിരുന്നു. 1 ലക്ഷത്തിലധികം വോട്ട് അദ്ദേഹം ഇവിടെ നേടുകയുണ്ടായി. കാരണം കേരളത്തിൽ BJP ഒന്നും അത്രയ്ക്കും ശക്തി പ്രാപിക്കാത്തൊരു കാലം കൂടിയായിരുന്നു അത്. അന്നാണ് ഇത്രയും വലിയ ഒരു വോട്ട് തിരുവനന്തപുരം മണ്ഡലത്തിൽ അദ്ദേഹം നേടി. എന്തായാലും അന്ന് ഈ എഴുതുവാൻ നേതൃത്വം നൽകിയ ചില ആളുകൾ കൂടി ഇപ്പോഴുണ്ട്. ചേട്ടാ, ഇത് എഴുതിയത് എപ്പോഴാണെന്ന് ഓർമ്മയുണ്ടോ? ആരാ എഴുതിയതിലൊക്കെ ഓർമ്മയുണ്ടോ? നമ്മൾ സ്വന്തമായിട്ടൊക്കെ എഴുതിയതാണ്. അന്ന് തിരുവനന്തപുരത്ത് ആദ്യമായി കേരളവർമ്മ രാജ നിന്ന് ഇലക്ഷനിൽ നിന്ന് അന്ന് പണവും പ്രതാപവും ഇല്ലാത്ത കാലത്ത് ഹിന്ദുവിൻ്റെ ശക്തി തെളിയിച്ച ഒരു മണ്ഡലമാണ്. നമ്മൾ താൽക്കാലികമായിട്ട് അന്ന് നമ്മളെ ഒരു ക്ലാഞ്ചിന് പുറത്തൊരു സംഭവം കൊണ്ട് നമ്മളെ തൂങ്ങാമ്പറയുള്ള സുനി എന്ന് പറഞ്ഞൊരു പയ്യനുമായിട്ട് വിളിച്ച് വന്ന് അദ്ദേഹമാണ് ഇവിടെ എഴുതിയത്. ഭാരതീയ ജനതാ പാർട്ടി രൂപം കൊണ്ടുവെങ്കിലും കാര്യക്ഷമമായ പ്രവർത്തനം എല്ലാ മേഖലയിലും എത്തിയിട്ടില്ല. അപൂർവങ്ങളിലായിട്ടാണ് ഇത്തരത്തിൽ ചുവരെഴുത്തുകൾ നിലനിൽക്കുന്നത്. ഇപ്പോൾ അന്ന് 40 വർഷം മുമ്പ് ഇവിടെ ആൾതാമസം ഉണ്ടായിരുന്നു. ഇപ്പോൾ അവരെല്ലാം മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയി, ചിലർ മരിച്ചുപോയി. എന്തായാലും അന്ന് എഴുതാൻ, ഈ ചുവരെഴുത്ത് എഴുതാൻ നേതൃത്വം നൽകിയ ചിലരെങ്കിലും നമുക്ക് കണ്ടുമുട്ടാൻ സാധിച്ചു. അന്ന് തെരഞ്ഞെടുപ്പിൽ 3ാം സ്ഥാനമാണെങ്കിൽ പോലും വലിയ വോട്ടുകൾ നേടി ഒരു ചരിത്രം തന്നെ സൃഷ്ടിക്കാൻ അന്ന് കേരളവർമ്മ രാജയ്ക്ക് അന്ന് UDF സ്ഥാനാർത്ഥിയായിരുന്നു തിരുവനന്തപുരം മണ്ഡലത്തിൽ ജയിച്ചത്. എന്തായാലും ഇത്തരം ഓർമ്മകൾ, 40 വർഷത്തെ ചരിത്രമുള്ള ചുവരെഴുത്തുകൾ ഇനിയും പലയിടത്തും നമ്മുടെ നാട്ടിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് കാണാൻ സാധിക്കും. തിരുവനന്തപുരത്ത് നിന്നും അഭിലാഷ് തൊഴുങ്കോടിനൊപ്പം അജീഷ് ജയകുമാർ, 24.